ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാളക്കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലാളി? അയ്യോ വേണ്ട തമ്പി, പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു. അതൊന്നും മുന്നിൽ കാണാതല്ലോ. പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ. പരമേശ്വരന് കച്ചവടം അറിയാം, തമ്പിക്ക് അറിയാത്ത പലതും അറിയാം. അത് കള. എന്റെ കച്ചവടത്തിൽ നേരും നിറയും ഉണ്ടാവും. തമ്പി അത് മനസ്സിലാക്കിയാൽ മതി. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത്. അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ. കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല. അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ. എന്റെ വാക്കുകളും പ്രവൃത്തിയും. ഓ, അത്ര വലിയ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഒന്നും പറയണ്ട. ഒളിയും മറയൊക്കെ ഇയാളുടെ കയ്യിലില്ലേ? അത് തമ്പി വ്യക്തമാക്കണം. തമ്പി ചേട്ടാ, നീ മിണ്ടാരിടാ. ഇയാളൊരു പുത്തൻ പണക്കാരൻ, വലിയ അന്തസ്സോടെ ഒന്ന് ഡയലോഗ് അടിക്കണു. പക്ഷെ തമ്പി, ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം ഘട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പ്ലീസ്. രണ്ടാം കേട്ടോ? അതേ അറിഞ്ഞില്ലല്ലോ. ആണോടാ? നീ എന്തറിയും? തലയ്ക്ക് വെളിവ് വേണ്ടേ? രണ്ടാം ഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്നോർക്കണം. വിവാഹം കഴിഞ്ഞു, ശരിയാ. ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ആക്സിഡന്റ് ഉണ്ടായി, പയ്യൻ മരിച്ചു. ആയിരിക്കാം, അല്ലായിരിക്കാം. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക്. അത് വിട്ടുകള. പക്ഷേ ഇയാൾ ഈ നേരും നേറിയ അന്തസ്സിന്റെ വാചം അടിക്കരുത്. പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം? നീ ആ പെണ്ണിന്റെ മൊഞ്ച് കണ്ട് മയങ്ങി നിൽക്കല്ലേ? അവളുടെ ജാതകം ആരെക്കൊണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാലേ അറിയാം അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന് വല്ല യോഗം ഉണ്ടോന്നുള്ള കാര്യം. അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു? തമ്പി, നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഒരു 100-ന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ലേ നാട്ടില്?